Thank you for the grand welcome. റേത്തിന്റെ ഭാഷയിൽ ടീം GCIയോടും സൈലേഷ് സാറിന്റെ ടീമിനോടുള്ള നന്ദി അറിയിക്കുന്നു. എന്നെ കൂടുതലായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് തോന്നുന്നില്ല. നമ്മുടെ പ്രിയങ്കരനായ ഹോസ്റ്റ് ഓൾറെഡി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഹലോ, ഓക്കെ. സോ ഒരു ഫോർമാലിറ്റിയിൽ പോകുന്നില്ല. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരുവാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയങ്കരായ ഡയമണ്ട് എക്സിക്യൂട്ടീവ് അനീഷ് സാറും അനൂപ് സാറും എന്ന് പറഞ്ഞാൽ സഹോദര തുല്യരാണ്. അതുപോലെ തന്നെ കേരളത്തിലെ മുത്തായ ശൈലേഷ് സാർ, റൈറ്റ്? ഞാൻ ഒരു കരുത്തനായ ലീഡർ കൂടിയാണ്. അപ്പൊ അവര് ക്ഷണിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് നോ എന്ന് പറയാൻ സാധിക്കില്ല. എത്ര ഷെഡ്യൂൾ ബിസി ആയിരുന്നു അവർക്ക് വേണ്ടി സമയം കണ്ടെത്തിയാൽ മതിയാവും. അതാണ് ഈ ടീമിനോടുള്ള ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വളരെ സേഫ് ഹാൻഡിലാണ് ഇരിക്കുന്നത്. സൈലേഷ് സാറിനെ പോലെ ഉള്ള ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇന്ന് ഏതൊരു ഡിസ്ട്രിബ്യൂട്ടറും ആഗ്രഹിക്കുന്ന, നോട്ട് ഓൺലി ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഈവൻ ഞങ്ങളെ പോലുള്ള ലീഡേഴ്സ് പോലും അതേപോലത്തെ ലീഡേഴ്സ് ടീമിൽ ഉണ്ടായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോകുന്നത് ഇത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള പ്രോഗ്രാം കോർഡിനേറ്റ് കരുണയ്ക്കില്ല അദ്ദേഹത്തിനോടുള്ള എന്റെ നന്ദിയും അദ്ദേഹത്തിന് നല്ലൊരു കൈയടി നിങ്ങളുടെ ടീമിന്റെ മുന്നോട്ടുള്ള നമ്മുടെ യാത്രയിൽ, റൈറ്റ്? ഇനി നമ്മൾ ഏകദേശം കുറച്ച് മണിക്കൂർ നമ്മൾ ഒന്നിച്ചു കാണും അല്ലേ? വേണ്ടേ? നിങ്ങളുടെ യെസ് കേട്ട് ഞാൻ പേടിച്ചു. വന്നപ്പോൾ നല്ല ഗ്രാൻഡ് എൻട്രിയും ഗ്രാൻഡ് സ്വാഗതം ഒക്കെ ആയിരുന്നു. ഇനി കുറച്ച് സമയങ്ങൾ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഒരു മൈൻഡ് ബ്ലോക്ക് പോലെ അല്ലേ? ഞാനൊരു പ്രോഗ്രാമിന് ഞാൻ സ്റ്റേജിൽ കയറിയപ്പോഴത്തേക്ക് ഫ്രണ്ട് റോയിൽ ഒരു ജെന്റിൽമാൻ ഇരിപ്പുണ്ട്. അദ്ദേഹം വളരെ എന്നാ പറയുന്നത് ഭയങ്കര വൈബ്രേറ്റഡ്. അപ്പൊ ഞാൻ ഇങ്ങനെ സെഷൻ എടുക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ ഫേസിലേക്ക് നോക്കും. എന്തോ പ്രശ്നമുള്ള പോലെ അദ്ദേഹം ഇങ്ങനെ വൈബ്രേറ്റഡ് ഇരിക്കുക. അതായത് എന്റെ പ്രോഗ്രാം കഴിഞ്ഞാൽ ഉടനെ ഒരു ഓടാൻ ഇരിക്കുക. അപ്പൊ സത്യം പറഞ്ഞാല് ഒരു ചെയറിൽ ഇരിക്കുന്നെങ്കിലും അതുപോലെ സെഷൻസ് ഡെലിവറി ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പറയുന്ന കാര്യങ്ങൾ എഴുതി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഓർമ്മ വരത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇന്നലെ വൈകിട്ട് ഡിന്നറിന് എന്തൊക്കെ കറിയെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇപ്പൊ മറന്നു കാണും അല്ലേ? അപ്പോൾ അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പം പോയിന്റ്സ് വെച്ചാൽ നിങ്ങൾക്ക് നാളെ യൂസ് വരും അല്ലെ? പ്രൗഡ് ടു ബി എ നെറ്റ്വർക്ക് മാർക്കറ്റിയർ ഇൻഡസ്ട്രിയലിസ്റ്റ്. ആരാണ് പറഞ്ഞല്ലോ? അല്ലെങ്കിൽ മറ്റുള്ളവർ മുന്നിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരു കോംപ്ലക്സ് വരാറുണ്ട്, ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് വരാറുണ്ട് അല്ലെ? ഏറ്റവും അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെയാണ് ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നത്, ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്നത്, MI ചെയ്യുന്നത്, ഇത് പറയാനൊരു മടി. ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ അവർ ചോദിക്കും, ഇത് ചെയിൻ ബിസിനസ് അല്ലേ? ആളെ പിടിക്കുന്ന ബിസിനസ് അല്ലേ? ആളെ പെടുത്തുന്ന ബിസിനസ് അല്ലേ? അപ്പൊ അതുകൊണ്ട് അവന്റെ ഫേസ് ഈ പൂച്ച എലിയെ പിടിക്കാൻ പോകുന്നു. ഈ പൂച്ചയ്ക്ക് മനസ്സിലായി എലി പേടിച്ചു. പിന്നെ പൂച്ച കളിപ്പിക്കും. പിടിക്കുന്നതിന് മുമ്പ് എലിയെ കളിപ്പിക്കും. ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും, ഓടിച്ചുകൊണ്ടിരിക്കും അല്ലെ? എന്ന് പറഞ്ഞ പോലാണ് നമ്മുടെ മുന്നിൽ നമ്മളൊരു പോസ്റ്ററിനെ കാണാൻ പോകുന്നു, വേണ്ടപ്പെട്ടവനെ കാണാൻ പോകുന്നു. ഇത് നമ്മൾ എലിയായി. പിന്നെ നമ്മളിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും. ഇനി നാളെ നിങ്ങളോട് വ്യക്തി ചോദിക്കുകയാണ്, ഇത് മറ്റേ ബിസിനസ് അല്ലേ? നിങ്ങൾ അവന്റെ മുഖത്തൊക്കെ പറ ആണു. ഇനി അവനെന്താ പറയുന്നത്? ഇത് മറ്റേ നെറ്റ്വർക്ക് ആണോ? അതെ. നീ എന്താ പറയുന്നത്? ഹലോ, ഇത് ആളെ പിടിക്കുന്ന ബിസിനസ് ആണോ? അതെ. പൂച്ചയുടെ ഗ്യാസ് പോയി. ഹലോ, പിടികിട്ടിയോ? ഇനി നമ്മളൊന്ന് നാണിച്ചാലോ? അവനെ പിടികിട്ടി. ഈ നമ്മള് തൊട്ടാവടി സാധനം അല്ലേ? ഈ ടസ്മീനോട്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? തൊട്ടാവടി കാണുമ്പോ എല്ലാവർക്കും രസമല്ലേ? നമ്മൾ തൊട്ട് നോക്കാം അല്ലേ? ആണോ അല്ലോ? എന്തുകൊണ്ടാ? അത് പാടുമ്പോ നമുക്ക് രസം. പിന്നെ നമ്മളിങ്ങനെ എണ്ണിച്ച് വരാൻ വെയിറ്റ് ചെയ്യും. പിന്നെ പോയി കൊടുക്കും. ഇനി ഏതെങ്കിലും ആള് ഏതെങ്കിലും തേക്ക് മരത്തിന്റെ കീഴെപ്പെട്ട് തൊടാറുണ്ടോ? വലിയ കുറവല്ലേ തേക്ക്? ഉറപ്പുള്ള മരമല്ലേ? ഈ തേക്ക് മരത്തിന് അടുത്ത് തേക്കിനെ എന്നാ തൊടാത്ത? അത് പാടൂല അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം അറിയാം, തേക്കിനെ ഞോണ്ടിട്ട് ഒരു കാര്യമില്ല, അവൻ പാടൂല. തൊട്ടാ പാടിയുള്ള
നമ്മൾ തേക്കാണോ തൊട്ടാവാടിയാണ്? ആർക്കൊക്കെ വിശ്വാസം ഞാൻ തേക്കാന്ന്? നല്ല ഒന്നാമത് ഉരുപ്പടിയാണ്. റൈറ്റ്. ഇനി നാളെ തൊട്ട് ആരും നിങ്ങളോട് എന്താണ് ചെയ്തെന്ന് ചോദിച്ചാൽ യെസ് ഐ ആം ടു ഡയറക്ട് സെല്ലിംഗ് വന്ന് ചങ്കൂട്ട് you become a cat and they become a rat. Right or wrong? നമ്മൾ പൂച്ചയാണ്, പിന്നെ നമ്മൾ അവനെ ഇട്ട് കളിപ്പിക്കും. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അവൻ നിങ്ങൾ ഓടിച്ചോണ്ടേയിരിക്കും. സി ഇനിയും ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആരാണ്? ഹൂ ഈസ് ആൻ ഇൻഡസ്ട്രിയലിസ്റ്റ്? ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് അറിയോ? കേരളമായിട്ട് ഈ കാര്യങ്ങൾ ഇല്ലാത്ത നമുക്ക് അറിയത്തില്ലല്ലോ. എന്താ നിങ്ങൾ അറിയാം? ഇൻഡസ്ട്രി ഉണ്ടല്ലേ? ഇൻഡസ്ട്രിയലിസ്റ്റ് ആരാന്ന് അറിയത്തില്ല അല്ലേ? വ്യവസായി ആരാണ്? ഒരു വ്യവസായി. ഹൂ ഈസ് ആൻ ഇൻഡസ്ട്രിയലിസ്റ്റ്? ആരാണ് ഒരു വ്യവസായി? എന്റെ മലയാളം ഒക്കെ അല്ലേ? ഈ ചിലപ്പോൾ ഹിന്ദിയും ഇതെല്ലാം മിക്സ് ചെയ്യുന്നതാണ്. ചില സമയത്ത് നമ്മൾ ഹിന്ദിയെ വെച്ച് ഞാൻ ഹിന്ദിയ പറയുന്നെങ്കിൽ പറയണം കേട്ടോ. കാരണം ഹിന്ദി ട്രെയിനിങ് ഒക്കെ എടുത്തിട്ട് ചിലപ്പോൾ മൈൻഡ് ആ രീതിയിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ഇങ്ങനെ കണ്ടുപിടിച്ചിരിക്കാതെ എന്നോട് പറയാ സാറേ ട്രാക്ക് വിട്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് മലയാളത്തിലോട്ട് വന്നോളാം. ഓക്കെ, എനിവേ കാരണം കഴിഞ്ഞ